നമ്മൾ പ്രിയദർശിനി പദ്ധതി പ്രകാരം KSRTC യാത്രയൊക്കെ സർക്കാർ തുടങ്ങി, ആളുകൾ അതിനെ ഏറ്റെടുത്തു, അതിനെ വരവേറ്റു. സ്ത്രീകൾ കൂടുതലായി KSRTC ഉപയോഗിച്ചും തുടങ്ങി. പരാതികളും വരുന്നുണ്ട്. അത് പ്രധാനമായും പ്രൈവറ്റ് ബസ് ഉടമകളിൽ നിന്നാണ്. അവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ T ഗോപിനാഥനാണ് ഇന്ന് എനിക്കൊപ്പം അതിഥിയായി നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീ ഗോപിനാഥൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ശ്രീ ഗോപിനാഥൻ, ഇപ്പം നമ്മൾ സംസാരിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം പോലും ഈ പ്രിയദർശിനി ബസ്സുകളുടെ യാത്ര തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പം കൂടുതൽ ആളുകളും KSRTC ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് ഈ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ട്, അവരെ കൂടി പരിഗണിച്ചുകൊണ്ടേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ പ്രിയദർശിനി യാത്ര തുടങ്ങി 3ാമത്തെ ദിവസമാണ്. സാധാരണ നമ്മളെപ്പോഴും നഷ്ടക്കണക്കുകൾ പറയുമ്പോഴത്തേനും അത് KSRTCയുമായിട്ട് കണക്ട് ചെയ്താൽ പറയാറ്. KSRTC വലിയ നഷ്ടത്തിലാണെന്നും കട്ടപ്പുറത്താണെന്നും. ഈ പ്രിയദർശിനി യാത്രയൊക്കെ തുടങ്ങിയതിനു ശേഷം പ്രൈവറ്റ് ബസ്സുകൾ കട്ടപ്പുറത്തേക്ക് എത്തുന്നൊരു അവസ്ഥയുണ്ടോ ശ്രീ ഗോപിനാഥൻ? അല്ല, നമ്മളിത് 15-ാം തീയതി ആരംഭിച്ച് ഇന്നിപ്പോൾ 3ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതുവരെ കിട്ടിയ നമ്മുടെ ഒരു വിവരം 1000 മുതൽ 4000 രൂപ വരെ ഓരോ ബസ്സിലും ഒരു ദിവസത്തെ കളക്ഷനിൽ കുറവുള്ളതായിട്ടാണ് ഇന്നലത്തെ 2 ദിവസത്തെ നമുക്ക് റിപ്പോർട്ടുകൾ. ഇത് ജനങ്ങൾ കൂടുതൽ ഇങ്ങനെ ഇത്ര സമയത്ത് KSRTC ബസ് ഇത്ര കാലമൊന്നും KSRTC ബസ്സിൻ്റെ ജനങ്ങൾ അങ്ങനെ ആശ്രയിക്കാറില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ ഒക്കെ ജനങ്ങൾ കൃത്യമായിട്ട് വരുമെന്നും ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സർവീസാണ് സ്വകാര്യ ബസ്സുകളെന്ന് പലരും ഇതിനെ ആശ്രയിച്ച് നിന്നിരുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഈ KSRTC ബസ്സുകൾ എപ്പോൾ വരുമെന്നുള്ള അറിയാത്തതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ കുറച്ചും കൂടി ആളുകൾ ഈ KSRTCക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ നാളെ മാറാനിടയുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ നഷ്ടം, ഞങ്ങളൊരു കണക്ക് പ്രകാരം ഞങ്ങളുടെ നിലവിലുള്ള കളക്ഷൻ്റെ ഏതാണ്ട് ഒരു 40-50% ഞങ്ങൾക്ക് കുറവ് വരുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമിക കണക്ക്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും പറഞ്ഞത്, ഞങ്ങളെ ചേർത്ത് പിടിക്കും, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയെ ചേർത്ത് പിടിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും 19-ാം തീയതിക്കാക്കാം അദ്ദേഹത്തിൻ്റെ 19-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുന്ന ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ സംഘടന സർക്കാരുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു എങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നോ? അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവിടുന്ന് മറുപടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സ്വകാര്യ ബസ് വ്യവസായം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അവരെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആകെ ഇവിടെ ഓടുന്ന 4000 താഴെ KSRTC ബസ്സുകളും 10,000-ഓളം സ്വകാര്യ ബസ്സുകളുമാണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് 70% യാത്രക്കാരെ കൊണ്ടുപോകുന്നവരാണ് ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ. അപ്പം ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ ബസ്സുകളില്ലാത്ത ഒരു സ്വകാര്യ ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് ബോധ്യമുള്ളതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധാരണ ജനങ്ങളുടെ യാത്രാ സൗകര്യം നിറവേറ്റുന്നവർ. അപ്പം ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ വിഷയമായിട്ട് 2-3 തവണ ഗതാഗത മന്ത്രിയെ കണ്ടിരുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം കണ്ടിരുന്നു, മുഖ്യമന്ത്രി ആവുന്നതിന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഇപ്പം സ്ത്രീകൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ സൗജന്യം നൽകാം, പക്ഷേ ചില നഷ്ടപരിഹാരം സർക്കാർ വഹിക്കണം, ഇങ്ങനൊരു നിർദ്ദേശം ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ശരിക്കും അതൊക്കെ പ്രാവർത്തികമാണോ ശ്രീ ഗോപിനാഥൻ? അല്ല, പ്രാവർത്തികമാണെന്ന് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അത് അത്ര അപ്രായോഗികമായിട്ടൊരു നടപടിയെടുത്ത് നമ്മൾ കണക്കൂട്ടണ്ട.
കാരണം എല്ലാ സ്ത്രീ യാത്രക്കാർക്ക് സർക്കാർ ഓരോ കാർഡുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇപ്പോൾ KSRTCക്ക് നമ്മൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് മെഷീൻ സർക്കാരിൻ്റെ കൺട്രോളിലുള്ള ഞങ്ങളുടെ ATM മെഷീൻ ഞങ്ങൾക്ക് തന്നാൽ കയറുന്ന യാത്രക്കാരെ നമുക്കതിൽ സ്വൈപ്പ് ചെയ്യിച്ചിട്ട് കൃത്യമായിട്ട് കണക്ക് സർക്കാരിന് ലഭിക്കാവുന്നതാണ്. ഞങ്ങൾ അപ്പോൾ സർക്കാരിന് കുറച്ചും കൂടി അവരുടെ കാര്യം നമ്മുടെ മുഴുവൻ യാത്രക്കാരുടെയും യാത്രാ സൗകര്യങ്ങൾ നിറവേറ്റാം, സ്ത്രീകളുടെ യാത്രാ സൗകര്യവും സൗജന്യമായിട്ട് നിറവേറ്റാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാവും. ഞങ്ങൾക്ക് ആ പണം റീഫണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിപ്പോൾ ഒരു റൂട്ടിൽ ഓടുന്ന 2 ബസ്സുകളിൽ ഒരു ബസ്സിൽ സൗജന്യവും മറ്റൊരു ബസ്സിൽ പണം കൊടുത്ത് പോകാവുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ജനം ഫ്രീ കിട്ടുന്ന ബസ്സിനെ ഓപ്റ്റ് ചെയ്യുക. അപ്പം ഞങ്ങളിതിങ്ങനെ വെറുതെ ഡീസൽ അടിച്ച് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത് ഞങ്ങൾക്ക് എത്ര കാലം ഓടിക്കാൻ കഴിയും? അപ്പോൾ ഗവൺമെൻറ് അത്തരത്തിലൊരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊന്നും ഒരു അപ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഗവൺമെൻറ് അത് ചെയ്യാവുന്നതാണ്. അത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവണം. കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ആത്യന്തികമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ, സ്ത്രീകളുടെ യാത്രാ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ ഈ KSRTCയുടെയും 3125 ബസ് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം നിറവേറ്റാൻ കഴിയുമോ? പ്രത്യേകിച്ച് സ്ത്രീകളുടെ കഴിയില്ലല്ലോ. ഇപ്പം ഞങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് തന്നെ 2 തട്ടിലാണ്. മലബാറിലുള്ള സൗകര്യം, മറ്റേ തെക്കുഭാഗത്തുള്ള സൗകര്യം മലബാറിലില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുക. അപ്പോൾ എല്ലാവർക്കും സൗജന്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങിയാൽ സർക്കാർ അത്രമായി കാര്യമായിട്ട് മുന്നോട്ട് വന്നാൽ ഞങ്ങളതിന് പരിപൂർണമായിട്ടും തയ്യാറാവും. ഞങ്ങളുടെ ടിക്കറ്റിങ്, ഞങ്ങളടിക്കുന്ന ടിക്കറ്റിന് ഒരു റീഫണ്ടിങ് സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. ബാക്കി പറഞ്ഞ പ്രപ്പോസലുകളൊന്നും ഞങ്ങൾ അത്ര ഡീസലിൻ്റെ വില 50% അതൊന്നും അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു നിർദ്ദേശം സർക്കാരിന് വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ഗോപിനാഥൻ, ഇനിയിപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിഷയം അത് എത്രയോ വർഷങ്ങളായിട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്ന ഒന്നാണ്. ഇനിയെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പുതിയൊരു സർക്കാരാണല്ലോ. അല്ല, ഇനി അത് മാറ്റമില്ലാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം യാത്രക്കാരും വിദ്യാർത്ഥികളാണ്. 15 വർഷം മുമ്പ് നിശ്ചയിച്ച യാത്രാ നിരക്കാണ് ഇപ്പോഴും ഓടുന്നത്. ഇതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു ഫൈനാൻസ് എക്സ്പെർട്ടും അതുപോലെ തന്നെ ഒരു ഗതാഗത വകുപ്പ് വിദഗ്ധനും അതുപോലെ തന്നെ ഒരു ജസ്റ്റിസും അടങ്ങുന്ന ഒരു കമ്മിറ്റി വർഷങ്ങളോളം നടത്തിയ തെളിവെടുപ്പിൻ്റെ ഫലമായി സംസ്ഥാന സർക്കാരിന് ഒരു കണക്ക് കൊടുത്തതാണ്. ഞങ്ങൾ 30,000 ബസ്സുകളുണ്ടായിരുന്ന ഇതിന്ന് 10,000-ലേക്ക് എത്തിയിട്ട് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയതിൻ്റെ കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഈ വിദ്യാർത്ഥികൾക്ക് ബസ്സുകൾ നൽകുന്ന കൺസെഷനാണെന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാർ പൂർത്തിവെച്ചിരിക്കുക. കഴിഞ്ഞ ബസ് ചാർജ് 2022 അവസാനം ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. 2022 ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 6 മാസത്തിനകം നിങ്ങളുടെ കാര്യം പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് ഈ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട്, കഴിഞ്ഞ ബസ് ചാർജ് വർദ്ധന സമയത്ത് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ ഈ വിദ്യാർത്ഥികൾക്ക് മിനിമം ചാർജ് 5 രൂപയും നിലവിലെ നിരക്കിൻ്റെ 50% ആക്കണമെന്ന് അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു യാത്രാ നിരക്ക് അന്ന് ഞങ്ങൾക്ക് തന്നത്. ആ 22-ന് ശേഷം 26 ആയി. ഇപ്പം 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഡീസൽ വിലയിൽ മാത്രം 10 രൂപയുടെ വർദ്ധിച്ചു. 2 രൂപ സെസ് ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ പശ്ചിമേഷ്യൻ യുദ്ധത്തിലുണ്ടായ വിലക്കയറ്റം ഉൾപ്പെടെ 10 രൂപയോളം 1 ലിറ്റർ ഡീസലിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും ഞങ്ങൾ ആവശ്യപ്പെടാനിരിക്കുക. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും മാത്രമല്ല, കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തന ചെലവിലുണ്ടായ വർധനവിന് ആനുപാതികമായിട്ട് ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ഞങ്ങൾ പോകാനായിട്ട് സർക്കാരിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം നടപടിയുമായിട്ട് നമ്മുടെ മുമ്പിൽ സർക്കാർ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബസ് ചാർജ് വർധനവും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും ഉൾപ്പെടെ പിന്നെ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും ബസ് ചാർജ് വർധന കൊണ്ടും മാത്രം ഈ വിഷയം തീരില്ല. ഈ വിഷയം തീരണമെങ്കിൽ ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള 60% വരുന്ന സ്ത്രീകൾ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറിയാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ടും ഈ യാത്രാ നിരക്ക് വർധന കൊണ്ടും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ തീരുമാനം എടുത്തേ പറ്റൂ. ഞങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഞങ്ങൾക്ക് കൂടി ഇതിൽ ഭാഗമാക്കാവുന്ന തരത്തിലുള്ള നടപടിയുമായിട്ട് സർക്കാർ വന്നാൽ KSRTCയുടെ ലാഭം കുറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പഠനം വരെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് മേഖലയും നഷ്ടത്തിലേക്ക് പോകും. അപ്പം ഇതൊരു മോശം ആശയമായാണോ കരുതുന്നത്? അല്ല, ഞാനിപ്പോൾ ഈ പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നഷ്ടം കണക്കൂട്ടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം കാരണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് നിങ്ങളൊന്ന് പരിശോധിക്കുക. അവർ ഇന്നലെ തമിഴ്നാടിൻ്റെ വൈറ്റ് പേപ്പർ അവിടുത്തെ അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ പുറത്തിറക്കിയപ്പോൾ അതിൽ ഈ മറ്റേ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കണക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ വരുമാനം 1 കിലോമീറ്റർ ഓടാൻ 28 രൂപ 57 പൈസയാകുമ്പോൾ അവരുടെ ചെലവ് ഇത് ഓടുന്നുള്ള ചിലവ് 88 രൂപയായിട്ട് കണക്കൂട്ടിയിട്ടുണ്ട്. 54 രൂപ 1 കിലോമീറ്റർ ഓടുമ്പോൾ തമിഴ്നാട് സർക്കാർ 54 രൂപ 12 പൈസയോ മറ്റോ നഷ്ടത്തിലാണ് തമിഴ്നാട് സർക്കാർ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുഗതാഗതം ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന തരത്തിൽ
ചുരുങ്ങിയ നിലയ്ക്ക് പൊതുഗതാഗതം ഗവൺമെൻറ് കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പൊതുഗതാഗതം ഇവിടെ നടത്തുന്നവരാരാ? KSRTCയും സ്വകാര്യ ബസ്സുകളാണ്. ആ KSRTCയും സ്വകാര്യ ബസ്സുകളെയും സംരക്ഷിക്കാനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇവിടെ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ജനങ്ങളുടെ ചിരി മതി, നിങ്ങൾക്ക് യാത്ര ചെയ്യാം, നിങ്ങൾക്ക് എവിടേക്കും പോവാം എന്നൊക്കെ ഗവൺമെൻറ്റുകൾ പറയുമ്പോൾ ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള യാത്രാ സംവിധാനം ജനങ്ങൾക്ക് നൽകുന്നത് തന്നെ ഒരു നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. റോഡിൽ ഓടുന്ന ഒരു ബസ്സിൽ ഫ്രീയും മറ്റൊരു ബസ്സിൽ ഒരേ റൂട്ടിലാണ് ഓടുന്നത്, ഒരേ സമയത്താണ് ഓടുന്നത്, ഒരേ ഗവൺമെൻറ്റാണ് പെർമിറ്റ് തന്നിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ നടുറോഡിലൂടെ ഓടിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ തീർച്ചയായിട്ടും തയ്യാറാവണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സർക്കാരിൻ്റെ ഈ കൺസെഷൻ സമ്പ്രദായം, ഈ സ്ത്രീകൾക്ക് സൗജന്യ സമ്പ്രദായം വേണ്ട, കൊടുക്കേണ്ടതില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളും ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു താല്പര്യമാണെങ്കിൽ കൊടുക്കട്ടെ. പക്ഷേ ഗതാഗത സൗകര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ നടത്തേണ്ടതാണ് ഗവൺമെൻറ് താല്പര്യമെങ്കിൽ ഞങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇനി ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്താത്തൊരു സ്ഥിതി വന്നാൽ ഇവിടെ KSRTCക്ക് മാത്രമായിട്ട് ഇത് നടത്താൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ഇവിടെ നമ്മൾ സർക്കാർ സ്കൂളുകളുടെ മാതിരിയും സർക്കാർ ആശുപത്രികളുടെ മാതിരിയും നമ്മുടെ ജനങ്ങൾ സർക്കാർ സ്കൂളിലേക്ക് പോകുന്ന ജനങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞില്ല. ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര എണ്ണം വന്നു. അതിൻ്റെ ക്വാളിറ്റിയുടെ മോശമായതുകൊണ്ടാണല്ലോ പലരും സ്വകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മക്കളെ അയക്കുന്നത്. ഇവിടെ ആശുപത്രികൾ ഇങ്ങനെ ദിവസേന വലിയ ആശുപത്രികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ആശുപത്രി നടത്താൻ ഇവിടെ ആളുകൾ വരിക. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഈ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ സ്കൂളുകളൊക്കെ ഇപ്പം ഇങ്ങനെ വരാനുള്ള കാരണം ഇവിടുത്തെ സർക്കാർ ആശുപത്രികളും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മോശമായതുകൊണ്ടല്ലേ. പ്രൈവറ്റ് ബസ് പോകാൻ ആലോചനയുണ്ടോ? എത്ര കണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയും ഇതൊക്കെ കൊണ്ട്? അല്ല, ഞങ്ങൾ ഈ കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഇലക്ട്രിക് ബസ് ഒരു കമ്പനിയുമായിട്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ സംസ്ഥാനത്ത് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നതിൽ 500 ഇലക്ട്രിക് ബസ്സുകൾ ഈ സംസ്ഥാനത്ത് ഇറക്കാൻ വേണ്ടി ഞങ്ങളൊരു ചർച്ച ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഭവം വന്നത്. ഇതിന് ഒരു ഇലക്ട്രിക് ബസ്സിനൊക്കെ 1 കോടി രൂപ വില വരുന്നതാണ്. നമ്മൾ എന്ത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് ഈ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനത്ത് ഈ പണം മേടിച്ച് ഞങ്ങൾ എങ്ങനെ ബാധ്യത ഏറ്റെടുക്കും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഞങ്ങളൊരു സംരംഭകരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ. ഞങ്ങൾ 5000 ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് 5000 കോടി മുതലാക്കിയവരാണ് സ്വകാര്യ ബസ് ഉടമകൾ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ധവളപത്രത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി പറയുമ്പോൾ ഇവിടെ 50 ലക്ഷം രൂപ മുടക്കി 10,000-ഓളം ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സംരംഭകരാണ് ഞങ്ങൾ. ഈ 50 ലക്ഷമൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിർത്തുമൊന്നുമല്ല. ഞങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ ഭീമമായ പലിശയ്ക്ക് കടം വാങ്ങിയാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത്തരം നടപടിയുമായിട്ടും വരുമ്പോൾ ഞങ്ങളുടെ വ്യവസായത്തിന് ഉറപ്പ് കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഗവൺമെൻറ് പരിഗണിക്കും. ഇതറിയാത്ത ആളൊന്നല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ നാട്ടിലെ അർബൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ജനങ്ങൾക്ക് 2000 വക്കീലുമാർ കോടതിയിലേക്ക് വരും, 2000 കാറുകളിലാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വാഹന ബാഹുല്യം കൊണ്ട് 2 വീലറുകളും കാറുകളും റോഡിൽ തിങ്ങി നിറങ്ങി മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്ന് കാറുകൾക്കകത്ത് ശ്വാസം മുട്ടുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ടിവിടെ ലോകം മുഴുവൻ പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരുകളുടെ മുന്നോട്ട് വരണം. അത്തരം പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റോഡിലെ കുരുക്കഴിയാൻ കഴിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളെ നിലനിർത്താനുള്ള സാഹചര്യം സർക്കാർ വിദ്യാഭ്യാസം ഇത് അധപ്പതിച്ച് പോകുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാർത്ഥി പ്രതിഷേധം ഉള്ളതുകൊണ്ട് കൺസെഷൻ ഉയർത്താനുള്ള സാധ്യത നന്നേ കുറവാണ്. അതേപോലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള നഷ്ടപരിഹാരമാണ്. ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് അങ്ങനെ ഒരു മാറ്റം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പുതിയ മന്ത്രിസഭയാണ്, ബജറ്റ് വരാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂലമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ അത്തരം ഒരു ആനുകൂല്യങ്ങൾ തന്നില്ലെങ്കിൽ ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ കഴിയില്ലല്ലോ. 3000-ഓളം ബസ്സുകളെ വെച്ച് KSRTC യാത്രാ സൗകര്യങ്ങൾ നടത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ജനങ്ങളുടെ ഭാഗത്ത് വർധന ഉണ്ടാവുന്നുള്ള സ്വാഭാവികമല്ലേ. ഇപ്പം ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെ 4 രൂപ മിൽമ പാലിന് വർദ്ധിപ്പിച്ചത് നമ്മുടെ അടുത്ത കാര്യം കേട്ടതല്ലേ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള വർധനവ് ഇപ്പോൾ പരിപ്പുവടയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പരിപ്പിനും വെളിച്ചെണ്ണയ്ക്കും വില വർദ്ധിച്ചാൽ പരിപ്പുവടയ്ക്ക് വില വർദ്ധിക്കും, ചായപ്പൊടിക്കും പഞ്ചസാരയ്ക്കും വില വർദ്ധിച്ചാൽ ചായക്ക് വില വർദ്ധിക്കും. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ എല്ലാവരും ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമത്തിൻ്റെ പേര് പറഞ്ഞ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എത്ര രൂപയാണ് ആ ഹോട്ടലുകൾ വില വർദ്ധിപ്പിച്ചത്. അപ്പോൾ വർധനവ് അനുസരിച്ചുള്ള എല്ലാ കാലഘട്ടത്തിനനുസരിച്ചുള്ള വർധനവുകൾ എല്ലാത്തിലും അനിവാര്യമാണ്. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് തന്നെ നികുതിയൊക്കെ കൂടുതൽ പിരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ തന്നെ കണക്കുകൾ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ വരുമാനം വർദ്ധിച്ചതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വർധനവൊക്കെ നടപ്പിലാക്കേണ്ടി വന്നാൽ അതൊക്കെ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം, വിദ്യാർത്ഥികൾക്ക് എന്നാണ് 1 രൂപയ്ക്ക് കിട്ടുന്ന കാര്യം. വിദ്യാർത്ഥി സമരം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. വിദ്യാർത്ഥികൾക്ക് ഇവിടെ 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനം എന്താ? ഒരു പെൻസിൽ പോലില്ല, ഒരു ഷീറ്റ് പേപ്പർ പോലും കിട്ടില്ല. ഈ വിദ്യാർത്ഥി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങൾ ഉപയോഗിച്ചാൽ പോലും അവിടെ 5 രൂപയും 10 രൂപയും കൊടുക്കേണ്ട കാലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് 15 കൊല്ലം മുമ്പുണ്ടായിരുന്ന 1 രൂപയ്ക്ക് ഇപ്പോഴും കൊണ്ടാകണം, അത് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികൾ സമരം ചെയ്താൽ അതൊക്കെ എത്രത്തോളം നമ്മുടെ നാട്ടിലെ ഈ കാലഘട്ടത്തിൽ വില പോവും, ജനങ്ങൾ എത്രത്തോളം അതിനെ മലവധിക്കും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഞങ്ങൾ വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർധനവില്ല, ഞങ്ങളുടെ ബസ്സിൽ കയറുന്ന യാത്രക്കാർ കൂടുതലും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ യാത്രാ നിരക്കാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഒരു വർധനവ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വർധനവും കൂടി ഇല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ബസ്സുകൾക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം, സമരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ കോളേജുകൾ ഫീസ് വർദ്ധിപ്പിച്ചു, ഇവിടെ പരീക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു. നിങ്ങൾ പരിശോധിക്കണം, ഇവിടുത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഫീസുകൾ ഓരോ വർഷവും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുക. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ ബാക്കി എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വർധനവ് തടയാൻ സംസ്ഥാന സർക്കാരിന് ഒരു വഴിയുമില്ല. ബസ്സുകളിൽ ബസ്സിൽ വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. സമരം ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടിട്ട് ബസ്സിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയും? നാട്ടിലെ ജനം, ഇത് ഞങ്ങൾ നാട്ടിലെ ജനത്തിൻ്റെ ചർച്ചയ്ക്ക് വിടുകയാണ്. ഇനിയും വിദ്യാർത്ഥികളെ 1 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ സ്വകാര്യ ബസ്സുകളിലോ മറ്റ് ബസ്സുകളിലോ കൊണ്ടുപോകേണ്ടതെന്നുള്ള ചർച്ച നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് വരുന്ന മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ഒരു ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ഗോപിനാഥൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ആവശ്യങ്ങൾക്കൊക്കെ നല്ല പരിഗണന ലഭിക്കുമെന്നും ഒരു നല്ല വാർത്ത ഉടനെ തന്നെ കേൾക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തത്. ഞങ്ങൾക്ക് നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഇന്ന്. താങ്ക് യു. ഓക്കെ.